Hello friends, welcome back to Australian Safari. നമ്മൾ ഇന്ന് സിഡ്നിയുടെ തന്നെയാണ്. സിഡ്നിയിൽ നമ്മളിന്ന് ഒരു ഡേ ടൂറിന് പോവാണ്. ബ്ലൂ മൗണ്ടനിൽ ഒരു ഡേ ടൂർ പോവാണ്. അപ്പം രാവിലെ 7 മണിക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യും. വൈകിട്ട് 6:30 വരെയാണ് ട്രിപ്പ്. അപ്പം ഈ ഒരു ദിവസത്തെ ഫുൾ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കണ്ടു നോക്കിയാലോ. ഞങ്ങളെ ഒന്ന് കളക്ട് ചെയ്തു. ആരുമില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം ആൾക്കാർ വരുമോ ഇല്ലയോ. ഞങ്ങളെ ഫസ്റ്റ് പിക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ ബെനിച്ചാച്ചൻ്റെ സർപ്രൈസ് ഒന്നും അധിക നേരം നീണ്ടു നിന്നില്ല. കാരണം എല്ലാവരെയും പിക്ക് ചെയ്തപ്പോഴത്തേന് വണ്ടി ഫുള്ളായി. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് നമ്മുടെ ആദ്യത്തെ പോയിന്റിലോട്ടാണ് പോകുന്നത്. ഇവർ നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന കുറേ മൃഗങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നത്. കാരണം എല്ലാവരുടെയും മൈൻഡ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈൽഡ് ലൈഫ് പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്. പിന്നെ ബെനിച്ചാച്ചൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ബെനിച്ചാച്ചൻ അതിൻ്റെ സന്തോഷത്തിലാണ് അവരെ കാണുന്നതിൻ്റെ. നമ്മുടെ ടൂർ പാക്കേജ് ആയതുകൊണ്ട് നമുക്കിവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല. പിന്നെ നമുക്കിവിടുന്ന് ഈ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് കിട്ടും. നമ്മളത് മേടിച്ച് ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിതിനെയൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ പേടിച്ചാണ് ഇരിക്കുന്നത്. അത് കാരണം ഞാൻ അധികം ഒന്നും ഫീഡ് ചെയ്തില്ല. എല്ലാം ബിനിച്ചാച്ചനെ ഏൽപ്പിച്ചു. ഇതൊക്കെ എൻ്റെ കയ്യെ കയറിയിരിക്കുമായിരുന്നു. ഞാൻ എപ്പം ഇത് വലിച്ചെറിഞ്ഞിട്ട് ഓടിയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ആ ഒരു സാഹസത്തിന് മുതിർന്നില്ല. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഈ കങ്കാരുവും വല്ലബീസും ഒക്കെ വരുമെങ്കിൽ തന്നെ അത് മനുഷ്യരോട് നമ്മൾ അധികം ഇണങ്ങുന്നതല്ല. അതുകൊണ്ട് നമുക്കതിനെ ഫീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴത്തേന് അത് ഓടിപ്പോവും. ഇവിടെ നോക്കിക്കേ എന്ത് ഫ്രണ്ട്ലി ആണെന്ന് ഇതൊക്കെ. ഇതാ ഈ കുഞ്ഞിനെ കണ്ടില്ലേ, കഴിച്ചുകൊണ്ടിരുന്നപ്പം ബെനിച്ചാച്ചൻ്റെ കയ്യിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടു. പിന്നെ പുള്ളിക്ക് ഭക്ഷണമൊന്നും വേണ്ട, അതെങ്ങനെയെങ്കിലും എടുക്കാനുള്ള ശ്രമമായി. ഇത് കൈ വിടത്തേയില്ല. അവസാനം ബെനിച്ചാച്ചൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല മോതിരം കൊടുക്കേണ്ടി വന്നാലോ. ഇതാ പൂവാലന്മാർ മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ധാരാളം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാത്തിനെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ അധികം ഒന്നും എടുത്തിട്ടില്ല. കോല കണ്ടില്ലേ, ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷിച്ചിരിക്കുകയാണ്. ഇത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സുഖമായിട്ടുള്ള ഉറക്കത്തിലേക്ക് ഇനിയും കടക്കും. ഇതാ കണ്ടില്ലേ, സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ അടുത്ത പോയിൻ്റായി ബ്ലൂ മൗണ്ടനിലേക്ക് പോവാണിനി. അപ്പം ബ്ലൂ മൗണ്ടനിൽ വന്നു. അപ്പം ഇതാണ് ബ്ലൂ മൗണ്ടന്. ഈ അടുപ്പിച്ചടിപ്പിച്ചിരിക്കുന്ന 3 പാറയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള 3 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ സീനിക് വേൾഡിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അവിടെ 3 റൈഡാണ് മെയിൻലി ഉള്ളത്. അതായത് സ്കൈ റെയിൽ, പിന്നെ ട്രെയിന്, പിന്നെ അതുപോലെ സ്കൈ വാക്ക്. അപ്പം നമുക്ക് എൻട്രി ഫീസൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കൊരു ആംബാൻഡ് തരും. അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൈഡിലും കയറേണ്ടത്. നമുക്ക് ആദ്യം നമ്മൾ കയറുന്നത് സ്കൈ റെയിലിലോട്ടാണ്. നമുക്ക് ഒരു റൈഡിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാം. അതിന് നമുക്ക് ലിമിറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്കൈ റെയിലിൽ നിന്ന് നേരെ ഇറങ്ങി ഇനി ട്രെയിനിൽ കയറാൻ പോവുകയാണ്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വേൾഡിലെ സ്റ്റീപ്പസ്റ്റ് ട്രെയിനാണ്. അതായത് കുത്തനെയുള്ള ഇറക്കവും കുത്തനെയുള്ള കയറ്റവുമാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസാണ്. കണ്ടു നോക്കിയാലോ.
അപ്പം നമ്മൾ നമ്മുടെ ലാസ്റ്റ് റൈഡായ സ്കൈ വോക്കിന് പോവുകയാണ്. അപ്പോൾ ഇതാണ് സ്കൈ വോക്ക്. നമ്മൾ ഇതിനകത്ത് കയറി നിന്ന് 2 സൈഡിലുള്ള കാഴ്ചകളും, ഇത് ഗ്ലാസ് ബോട്ടം ആയതുകൊണ്ട് അതിൻ്റെ താഴ്ചയും നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ. ഇതാണ് കട്ടൂമ്പ ഫോൾസ്. അപ്പം നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി കഴിയുമ്പം നമുക്ക് അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഫുഡിന് നമ്മൾ കാശ് കൊടുക്കണം, അത് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയൊരിതായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി ഇതാണ് നമ്മൾ വന്ന ബസ്. നമ്മളിനി തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് സിഡ്നിയിലെത്തി. ഈ ടൂർ പാക്കേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് ക്രൂയിസ് ട്രിപ്പാണ്. നമ്മുടെ ഫുൾ ഡേയുടെ ക്ഷീണമൊക്കെ ശരിക്കും മാറാൻ പറ്റും. നമ്മൾ ശരിക്കും മൈൻഡ് വീണ്ടും ഒന്നുകൂടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തും. അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സിഡ്നിയുടെ 2 സൈഡും കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഞങ്ങൾ ശരിക്കും ഈ ട്രിപ്പ് എൻജോയ് ചെയ്തു. ശരിക്കും ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ സിഡ്നി ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചു. നമ്മൾ എല്ലായിടവും കണ്ടു. ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയല്ലായിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല വെതറായിരുന്നു, അതായിരുന്നു മെയിൻ കാരണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബൈ.